Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ 23-നാണ് VS അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ഓരോ ദിവസവും നില മോശമായി വരികയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 3:20-നാണ് അന്ത്യം. കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ 1923 ഒക്ടോബറിൽ ആലപ്പുഴയിലാണ് ജനിച്ചത്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരം നയിച്ച VS സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എത്തി. 1946-ൽ നടന്ന പുന്നപ്ര വയലാർ സമരത്തിന്റെ മുൻനിര പോരാളിയായിരുന്നു. അതിന്റെ പേരിൽ ജയിൽവാസവും പോലീസ് മർദ്ദനവും അനുഭവിക്കേണ്ടി വന്നു. 1964-ൽ CPM-ന്റെ പിറവിയിലേക്ക് നയിച്ച CPI-യിലെ ഇറങ്ങിപ്പോക്കിലും VS-ന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, ദേശാഭിമാനി പത്രത്തിന്റെയും ചിന്താവാരികയുടെയും ചീഫ് എഡിറ്റർ, നിയമസഭാംഗം, പ്രതിപക്ഷ നേതാവ് എന്നീ ചുമതലകൾ അദ്ദേഹം വഹിച്ചു. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 2016-ൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന പദവി നൽകി. പിന്നീട് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു. അനാരോഗ്യത്തെ തുടർന്ന് ഏറെക്കാലമായി സന്ദർശകരെ അനുവദിക്കാറില്ലായിരുന്നു. VS-ന്റെ ഭൗതിക ശരീരം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെത്തിച്ച് തിങ്കളാഴ്ച രാത്രി വരെ പൊതുദർശനം നടത്തി രാത്രിയോടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ചൊവ്വാഴ്ച രാവിലെ 9-ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് VS-ന്റെ ഭൗതികദേഹം കൊണ്ടുപോകും. ചൊവ്വാഴ്ച രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും. ബുധനാഴ്ച രാവിലെ ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് VCV. You are watching VCV News.